തിരുവനന്തപുരം മണക്കാട് പട്ടാപ്പകൽ വയോധികയെ വീട്ടിൽ കയറി ആക്രമിച്ച് സ്വർണം കവർന്നത് ആസൂത്രിതമായാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോഴിതാ അവിടെ തെളിവെടുപ്പ് നടക്കുകയാണ്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റിനു, തെളിവെടുപ്പ് ആരംഭിച്ചോ? നമ്മുടെ തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഫോർട്ട് പോലീസ് പ്രതികളായിട്ടുള്ള 4 പേരെയും കൊണ്ട് ഈ മോഷണം നടന്ന മണക്കാടിന് സമീപമുള്ള ഈ വയോധികയുടെ വീട്ടിലേക്ക് എത്തിയത്. ഇവിടെ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞ അല്പസമയം മുമ്പാണ് സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് മാധ്യമങ്ങളെ കണ്ടത്. ഈ കേസിന്റെ വിവരങ്ങൾ നൽകിയതും ശരത്ത്, അതുപോലെ തന്നെ രാജൻ, ഷീബ, റീന എന്നിവരാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഈ റീന ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടക്കുന്ന ഈ ഫ്ളാറ്റിന്റെ 1ാമത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ 3ാം നിലയിൽ താമസിച്ചിരുന്ന ഈ വയോധികയെ കൃത്യമായി തന്നെ സ്കെച്ച് ചെയ്യുകയും ഇവരുടെ സ്വർണ്ണാഭരണങ്ങളുടെ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കുകയും തുടർന്ന് ഈ സുഹൃത്തുക്കൾക്ക് വിവരം കൈമാറുകയും ചെയ്തത്. അതിനുശേഷമാണ് ഈ വീട്ടിലേക്ക് എത്തുകയും വീട്ടിൽ എത്തി ഈ നഗരസഭയുടെ ജീവനക്കാരാണ്, പ്ലാസ്റ്റിക് ശേഖരിക്കുവാൻ വേണ്ടി വന്നവരാണ് എന്നുള്ള വ്യാജേന ഈ വയോധികയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തത്. തുടർന്ന് ഏകദേശം 8 പവനോളം സ്വർണം ബലപ്രയോഗത്തിലൂടെ കൈക്കലാക്കുകയും ചെയ്തത്. തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ മകൻ, ഇവർ തൃശ്ശൂർ സ്വദേശികളാണ്, ഇവിടെ ജോലി സംബന്ധമായി താമസിക്കുകയാണ്. തുടർന്ന് ഫോർട്ട് പോലീസിന് പരാതി നൽകുകയും ഫോർട്ട് പോലീസ് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മണിക്കൂറുകൾക്കകം പ്രതികൾ ആരാണ് എന്നുള്ളൊരു സൂചന ലഭിക്കുന്നത്. അതിനുശേഷം ഒരാളെ പിടികൂടുന്നു. തുടർന്ന് മറ്റു പ്രതികളെയും പിടികൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.